മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡൽ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഹൈഡ്രോകാർബൺസ് പ്ലസ് വണ്ണിന്റെ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോകാർബൺ. എക്സാമുകൾക്ക് പ്രധാനമായിട്ടും ഒരു 4 മാർക്കിൽ കുറയാതെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോകാർബൺ. ഈ ഹൈഡ്രോകാർബണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലെ പ്രിപ്പറേഷൻസ് ഉണ്ട്. ആദ്യം ഹൈഡ്രോകാർബൺസ് ഏതൊക്കെയാണ് ഹൈഡ്രോകാർബൺ എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ ആൽക്കൈൽ, ആൽക്കീൻ, ആൽക്കൈൽ എന്നീ 3 പ്രിപ്പറേഷൻ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈഡ്രോകാർബൺസിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോകാർബൺ. അതുകൊണ്ട് തന്നെ പലർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഈ ചാപ്റ്ററിനെ. അത് നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ ഒന്നോണം ആണ് ഇവിടെ പ്രിപ്പറേഷൻസ് പറയുന്നത്. അതിലെ ആൽക്കൈന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്നും അതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയ ആൽക്കൈനിലേക്കുള്ള റിയാക്ഷൻ. ആദ്യം ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH നെ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം അതല്ലെങ്കിൽ നിക്കലിന്റെ സഹായത്തോടു കൂടി അതിനെ ആൽക്കൈൻ ആക്കി മാറ്റുന്നു. ഫസ്റ്റ് റിയാക്ഷൻ ഫ്രം ആൽക്കീൻ. അപ്പോൾ ആൽക്കൈനിന്റെ പ്രിപ്പറേഷന് വേണ്ടി ആൽക്കീനിൽ നിന്നും ആൽക്കൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ നിക്കലിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിയാക്ഷൻ നടത്തിയാൽ മതി. ഇനി രണ്ടാമത്തത് ഹലോ ആൽക്കൈനിൽ നിന്നും അതിനെ നമുക്ക് ആൽക്കൈനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന്റെ റിയാക്ഷൻ ആണ് CH3Cl, ഒരു ആൽക്കൈൻ ആണ്, ക്ലോറോമീഥൈൻ. അതിനെ ഹൈഡ്രജൻ ആഡ് ചെയ്തു. അഡീഷണൽ ഹൈഡ്രജന്റെ ഫലമായിട്ട് ഇതിന്റെ പ്രസൻസ് ഓഫ് സിംഗിള് നമുക്ക് ആൽക്കൈൻ ആക്കി മാറ്റാൻ കഴിയുന്നു. അടുത്ത പ്രിപ്പറേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഹലോആൽക്കൈനിന്റെ റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് CH3Br ആണ്. CH3Br എന്ന് പറഞ്ഞാൽ ബ്രോമോമീഥൈൻ. രണ്ട് ബ്രോമോമീഥൈനെ ഒരു സോഡിയം വെച്ച് രണ്ട് സോഡിയം വെച്ച് റിയാക്ട് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേർതിരിച്ചെടുക്കാം? ഇവിടെ 2 Na ഉണ്ട്, ഇവിടെ 2 Br ഉണ്ട്. 2NaBr ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 2NaBr സോഡിയം ബ്രോമൈഡ്. അതേപോലെ തന്നെ നമുക്ക് ആൽക്കൈൻ കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് കാർബോക്സിലിക് ആസിഡ്. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി CH3COONA സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ എന്ത് ചെയ്യുന്നു? NaOH ഇൻ ദ പ്രസൻസ് ഓഫ് ക്യൂക്ലൈൻ നമുക്ക് എന്ത് കിട്ടുന്നു? ആൽക്കൈൻ കിട്ടുന്നു. ഇത് അടുത്ത റിയാക്ഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ബട്ട് റിയാക്ഷൻ ആണ് കോൾസ് റിയാക്ഷൻ. അതായത് CH3COONA നമ്മൾ നേരത്തെ പറയായിരുന്നു സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ് മീൻസ് വാട്ടർ ആഡ് ചെയ്തതിനു ശേഷം അതിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. സാൾട്ടിനെ വാട്ടറിന്റെ പ്രസൻസിലാണ് ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? അവിടെ നിന്നും CH3 കിട്ടുന്നു. CH3 എന്ന് പറയുന്നത് ഈഥൈൻ ആണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ. ആൽക്കൈന്റെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷനുകളാണ് 1, 2, 3, 4, 5 എണ്ണം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വുഡ്സ് റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് മെത്തേഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നമുക്ക് ആൽക്കീന്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആൽക്കീന്റെ പ്രിപ്പറേഷന് വേണ്ടി ആദ്യത്തത് നമ്മൾ ആൽക്കൈനാണ് ഉപയോഗിക്കുന്നത്. ആൽക്കൈൻ ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് വരും. CH3C ട്രിപ്പിൾ ബോണ്ട് CH. പേര് 1, 2, 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, പിന്നെ ട്രിപ്പിൾ ബോണ്ടിന്റെ YN കൂടെ ചേർക്കുമ്പോൾ പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈനെ അഡീഷണൽ ഹൈഡ്രജൻ ചെയ്യുന്നു. ഹൈഡ്രജൻ ചെയ്യുമ്പോൾ ദ പ്രസൻസ് ഓഫ് പലേഡിയം. ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതായത് C ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. ഡബിൾ ബോണ്ട് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ട്? ഒരു ബോണ്ടും ഇവിടെ ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഇവിടെ 2 സ്ഥലത്ത് 2 വേക്കൻസീസ് ക്രിയേറ്റ് ആവും.
എന്നിട്ട് ഇവിടെ H2 എന്ന് പറയുന്ന ഒരു റിയേജന്റ് ആണ് ഇവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും വരും, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും വരും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായി മാറും? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതൊരു അഡിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി അത് CH3 CH2 X എന്ന് പറയുന്നത് ഹാലജൻസിനെയാണ് X കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ X ആയിട്ട് ആരൊക്കെ വരും? ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയഡിൻ വരും. ഇനി CH3 CH2 ക്ലോറിൻ അല്ലെങ്കിൽ CH3 CH2 Cl അല്ലെങ്കിൽ CH3 CH2 Br CH3 CH2 I ഇതിൽ ആരെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ആൽക്കഹോളിക് KOH കൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഒരു X മീൻസ് ഒന്നുകിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ. ഇവിടെ നിന്നും ഒരു ഹൈഡ്രജനും കൂടെ കൂടി അവരെന്തായിരുന്നു? ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ട് പുറത്തു പോകുന്നു. എന്നിട്ട് ബാക്കി ആരുണ്ടാവുന്നു? ഇവിടെ നിന്ന് ഒരാൾ പോയി. അപ്പൊ ഇവിടെ ആര് അവശേഷിക്കുന്നു? CH2 ഒരു വേക്കൻസി. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, അവിടെയും CH2 ഒരു വേക്കൻസി. ഈ രണ്ട് വേക്കൻസികൾ കൂടി എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, ഒരു ബോണ്ട് കൂടി ഇവിടെ വരുന്നു. അങ്ങനെ എന്തായി മാറുന്നു? ആൽക്കീൻ ആയി മാറുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് CH3 CH രണ്ട് സ്ഥലത്ത് ബ്രാഞ്ച് ആയിട്ട് Br ഉണ്ട്. ഇതും ആൽക്കീൻസ്. അപ്പൊ ഈ സാധനത്തിന് എന്ത് ചെയ്യുന്നു? Zn കൊണ്ട് സിങ്ക് കൊണ്ട് ദ പ്രസൻസ് ഓഫ് എഥനോൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്ത് നിന്നും Br ഇവിടെ സിങ്കും കൂടെ, സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും റിയാക്ട് ചെയ്ത് ZnBr2 ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് ഓരോ വേക്കൻസി, ഈ രണ്ട് കാർബണിൽ ഓരോ വേക്കൻസീസ് ഉണ്ടാകുന്നു. ആ വേക്കൻസീസ് പരസ്പരം കൂടി ചേർന്ന് ഒരു ബോണ്ട് കൂടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഇവിടുത്തെ ഡബിൾ ബോണ്ട്. അപ്പൊ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ ആയി മാറുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ എന്ന റിമൂവൽ ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ റിമൂവൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഒരു കോമ്പൗണ്ടിലുള്ളതിനെ എന്ത് ചെയ്യുന്നു? വാട്ടറിന്റെ കോമ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു OH ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ എലിമിനേറ്റ് ചെയ്താൽ H+ OH- കൂടെ ചേർന്ന് H2O. ബാക്കി ഇവിടെ ഒരു ഹൈഡ്രജൻ പോയി, ഇവിടെ ഒരു OH പോയി. രണ്ട് സ്ഥലത്ത് ഓരോ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്ത് CH2 ഡബിൾ ബോണ്ട് CH2 ആയി മാറുന്നു. അപ്പൊ ഇങ്ങനെ നാല് റിയാക്ഷൻസുകളാണ് ഇതിൽ വരുന്നത് ആൽക്കീന്റെ പ്രിപ്പറേഷൻസിൽ വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമുക്കിനി ആൽക്കൈനിലേക്ക് കിടക്കാം. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ്. ആൽക്കൈൻ ആകുമ്പോൾ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫ്രം കാൽഷ്യം കാർബൈഡ് ആണ്. കാൽഷ്യം കാർബൈഡിൽ നിന്നാണ് ഏത് പ്രിപ്പയർ ചെയ്യാനുള്ള? ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള. അങ്ങനെ വരുമ്പോൾ കാൽഷ്യം കാർബൈഡ് ആണ് ആദ്യം നിർമ്മിച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത് കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡികമ്പോസ് ചെയ്ത് ക്യുക്കിലൈൻ അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. ഇനി ഈ ലഭിക്കുന്ന കാൽസ്യം ഓക്സൈഡിനെയാണ് കാർബൺ വെച്ച് റിയാക്ട് ചെയ്ത് കാൽസ്യം കാർബൈഡ് ഫോം ചെയ്യുന്നത്. ഈ കിട്ടുന്ന കാൽസ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? C2H2, അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH എന്തായി? ആൽക്കൈനായി. അപ്പോ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ കാൽസ്യം കാർബൈഡിൽ നിന്ന് റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാൽസ്യം കാർബൈഡിനെ തന്നെ നിർമ്മിക്കുകയാണ്. ആദ്യം കാൽസ്യം കാർബൈഡ് ആയ CaC2നെ റിയാക്ട് ഫോം ചെയ്തതിനു ശേഷം അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കൈനെ പ്രിപ്പയർ. ഫ്രം വിസിനൽ ഡൈഹാലൈഡ് ആകുമ്പോൾ CH2Br അതായത് 1,2-ഡൈബ്രോമോഈഥൈൻ. ഇതിൽ നിന്നും ഒരു KOH റിയാക്ട് ചെയ്ത് നമുക്ക് ആദ്യം ചെയ്യുന്നു ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഒരു ബ്രോമിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരു ബ്രോമിനെ എലിമിനേറ്റ് ചെയ്തതായിരുന്നു. ഇനി അങ്ങനെ ഒരു ബ്രോമിൻ പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ കൂടി പോയി. അപ്പൊ രണ്ട് സ്ഥലത്ത് ഓരോ വേക്കൻസീസ് വന്ന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബോണ്ട് കൂടി കൊടുത്തു. അവിടെ ഡബിൾ ബോണ്ട് ആയി. നമുക്ക് ഡബിൾ ബോണ്ട് ഉള്ളതല്ല വേണ്ടത്, നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടെ ഓൾറെഡി ഒരു ബ്രോമിനും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ബ്രോമിനെ കൂടി എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡ അമൈഡ് NaNH2 സോഡ അമൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഹൈഡ്രജനും പോകും, ഇവിടെ നിന്ന് Br പോകും.
അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഓരോ വേക്കൻസി വീണ്ടും ഉണ്ടാവുകയും അതിനെ ഒരു അടുത്തൊരു ബോണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് CH ട്രിപ്പിൾ ബോണ്ട് CH ആയി മാറുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ആൾക്കായി ലഭിക്കുന്നു. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻസുകളാണ് ഹൈഡ്രോകാർബണിലെ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ളത്. ഓക്കെ.